വളപട്ടണം പഞ്ചായത്തിൽ കുടിവെള്ള വിതരണത്തിൽ ക്രമക്കേട് എന്ന പരാതിയിൽ വിജിലൻസ് അന്വേഷണം. കുടിവെള്ള വിതരണത്തിന്റെ ഫയലുകൾ ഹാജരാക്കാൻ വിജിലൻസ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. സെക്രട്ടറിയും സെക്ഷൻ ക്ലർക്കും തിങ്കളാഴ്ച വിജിലൻസിന് മുമ്പാകെ ഹാജരാകണം. UDF ഭരിക്കുന്ന വളപട്ടണം പഞ്ചായത്തിൽ കുടിവെള്ള വിതരണത്തിൽ ഗുരുതരമായ ക്രമക്കേടുണ്ടെന്നാണ് പരാതി. ഡിവൈഎഫ്ഐ വളപട്ടണം മേഖലാ കമ്മിറ്റി നൽകിയ പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഓഫീസിൽ വിജിലൻസ് സംഘം മിന്നൽ പരിശോധന നടത്തി. ചില ഫയലുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. വിജിലൻസ് ഇൻസ്പെക്ടർ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രാഥമിക പരിശോധന നടത്തിയത്. സെക്രട്ടറിയും സെക്ഷൻ ക്ലർക്കും അവധിയായതിനാൽ ഇരുവരോടും തിങ്കളാഴ്ച കണ്ണൂർ വിജിലൻസ് ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2023 ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെ കുടിവെള്ളം വിതരണം നടത്തിയ വകയിൽ കരാറുകാരൻ സമർപ്പിച്ച ബില്ല് പ്രകാരം 5,86,068 രൂപ അനുവദിക്കണം എന്നാണ് ഭരണസമിതി യോഗത്തിൽ കണക്കുവെച്ചത്. ഈ തുക കൂടുതലാണെന്നും പരിശോധന വേണമെന്നും LDF അംഗം PJ പ്രജിത്ത് ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബില്ല് പരിശോധിച്ച് വീണ്ടും അവതരിപ്പിച്ചപ്പോൾ ഇത് 5,18,700 രൂപയായി. വീണ്ടും LDF അംഗങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ ബിൽ തുക 4,56,456 രൂപയുമായി. ഓരോ തവണ പ്രതിഷേധിച്ചപ്പോഴും തുക കുറഞ്ഞത് എങ്ങനെയെന്നായി LDF അംഗങ്ങൾ. ഇതിൽ ഗുരുതര ക്രമക്കേടുണ്ടെന്നും LDF ആരോപിച്ചു. തുടർന്നാണ് ഡിവൈഎഫ്ഐ വളപട്ടണം മേഖലാ കമ്മിറ്റി വിജിലൻസിൽ പരാതി നൽകിയത്. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടതോടുകൂടിയാണ് വിജിലൻസ് പ്രാഥമിക പരിശോധന ആരംഭിച്ചത്. ഫയലുകൾ പരിശോധിച്ചതിന് ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്ന് വിജിലൻസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.